ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അങ്കിത സരോഗസിയെ കുറിച്ച് വീണ്ടും മുകുന്ദനോട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞു മാത്രമേ നമ്മുടേതാവുന്നുള്ളൂ എന്ന് മുകുന്ദൻ പറയുന്ന സമയത്ത് അങ്കിത പറയുന്നുണ്ട്, ഇനി അത് നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാണ്, ഇല്ലെങ്കിൽ വേണ്ട, ഇത്രയും കാലം നമ്മൾ മക്കളില്ലാതെ ജീവിച്ചില്ലേ, ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാമെന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പോലും ദൈവം നമുക്ക് തന്നില്ലല്ലോ, എത്രയോ പേർ കുഞ്ഞുങ്ങളെ വേണ്ടാതെ ഉപേക്ഷിക്കുന്നു, നമുക്ക് ഒന്നിനെ പോലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, നമുക്ക് മാത്രമല്ല നമ്മളെപ്പോലെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ചർച്ച അവസാനിപ്പിച്ച് മുകുന്ദനും അങ്കിതയും ഉറങ്ങാനായി പോവുകയാണ്. പിറ്റേ ദിവസം വൈകിട്ട് മുകുന്ദനും അങ്കിതയും കൂടി കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രതാപൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടി എങ്ങോട്ടൊക്കെ പോയി എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് കുറെ സ്ഥലങ്ങളിൽ കറങ്ങി, രാന്ന് വെച്ചിട്ടാ ഇങ്ങനെ തന്നെ വീട്ടിലിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണ എത്തുകയാണ്. കൃഷ്ണ അങ്കിതയോട് ചോദിക്കുന്നുണ്ട്, രാവിലെ പോയിട്ട് നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ്, നിങ്ങൾ ഭൂതത്താൻകെട്ടിലേക്കൊക്കെയാണടി പോയത് എന്ന് പറയുമ്പോൾ കൃഷ്ണ പരിഭവം പറയുന്നുണ്ട്, ഞങ്ങളെ കൂടി വിളിക്കായിരുന്നില്ലേ, ഞങ്ങളും ഇവിടെ വെറുതെ ഇരിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും വേറെ എങ്ങോട്ടോ പ്ലാൻ ചെയ്തതാണ്, മുകുന്ദന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് അങ്കിത പറയുകയാണ്. അപ്പൊ മുകുന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പെരുമ്പാവൂര് മഹാദേവനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്, അയാളും ഭാര്യയും നിർബന്ധിച്ചപ്പോ അങ്ങനെ ഞങ്ങൾ പോയതാണെന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. പിന്നീട് അങ്കിത തന്റെ കയ്യിലുള്ള ഫ്രൂട്ട്സിന്റെ ഒരു കിറ്റ് കൃഷ്ണയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മക്കളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, കല്യാണൊക്കെ അടുത്ത് വരികയല്ലേ, അവര് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. പിന്നീട് കൃഷ്ണയും അങ്കിതയും ഉള്ളിലേക്ക് പോയ സമയത്ത് മുകുന്ദൻ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇന്ന് വാങ്ങിച്ച കുപ്പി ബാലൻസ് ഉണ്ട്, അത് തീർക്കാമെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എന്നാ സമയം കളയണ്ട, നമുക്ക് അത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അവര് ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് അടുക്കളയിൽ കൃഷ്ണ സ്നാക്സും ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ, അതേ ദീദി, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോ അങ്കിത കൃഷ്ണയോട് പറയുന്നുണ്ട്, ഇതേ പിന്നെയും ദീദി, എന്നെ ദീദി എന്നൊന്നും വിളിക്കണ്ട, ചേച്ചി എന്ന് വിളിച്ചാ മതി, ഞാനിപ്പോ മലയാളം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാണ്. വീണ്ടും കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി, സരോഗസിയുടെ കാര്യം മുകുന്ദേട്ടനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോ അങ്കിത പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു, പക്ഷേ മുകുന്ദൻ അത് താല്പര്യമില്ലാത്തതുപോലെയാണ്, അത് വൺ സൈഡ് അല്ലേ എന്നാണ് മുകുന്ദൻ ചോദിക്കുന്നത്. സരോഗസി വഴി കുഞ്ഞുണ്ടായാലും ഞാൻ അതിന്റെ അമ്മയാവുന്നില്ലല്ലോ, വേറൊരു സ്ത്രീയല്ലേ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്, മുകുന്ദൻ മാത്രമല്ലേ ആ കുഞ്ഞിന്റെ അച്ഛനാവുന്നതെന്ന് അങ്കിത പറയുമ്പോ കൃഷ്ണ പറയുന്നുണ്ട്, എല്ലാം തികഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്കൊരു കുഞ്ഞിനെ കിട്ടില്ലല്ലോ, അങ്ങനെ കിട്ടണമെങ്കിൽ ചേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിക്കണമായിരുന്നു എന്ന് കൃഷ്ണ പറയുന്ന സമയത്ത് അങ്കിതയ്ക്ക് അത് വല്ലാതെ ഫീൽ ആവുകയാണ്. അങ്കിത എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്ന സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറയുകയാണ്. എന്നാൽ ഒന്നും കേൾക്കാൻ നിൽക്കാതെ സങ്കടപ്പെട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നും പോവുകയാണ് അങ്കിത. പിന്നീട് രാത്രിയിൽ അങ്കിത സരോഗസിയുടെ കാര്യവും കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഓർത്ത് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. മുകുന്ദൻ എന്നിട്ട് അങ്കിതയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പൊ മുകുന്ദൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതോ തന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പൊ അങ്കിത പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ സരോഗസി, അതുകൂടിയല്ലേ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ, എന്തായാലും ഒരു കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞല്ലോ, ഈ ജന്മത്തിൽ ഞാൻ ഇനി അമ്മയാവില്ലെന്ന്, അതുകൊണ്ട് നമുക്കിത് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, താൻ ഈ കാര്യം ഇനിയും വിട്ടില്ലേ, കൃഷ്ണ നിന്റെ മനസ്സ് വീണ്ടും ഇളക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, നമുക്ക് ആ ഐഡിയ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, ഞാൻ അമ്മയാവില്ലെന്ന് കരുതി ആ ഭാഗ്യക്കേട് മുകുന്ദനും കൂടി ഏറ്റെടുക്കേണ്ട എന്ന് അങ്കിത പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ തനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, എനിക്കതിന് കഴിയണം, എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും മുകുന്ദൻ എന്നെ സ്നേഹിക്കുന്നില്ലേ, വാസ്തവത്തിൽ ഞാൻ ആരാണ് മുകുന്ദന്റെ, കല്യാണത്തിന് മുന്നും ഇപ്പോഴും നമ്മൾ ഒരേ ജീവിതം തന്നെയല്ലേ ജീവിക്കുന്നത്, ആരുമല്ലാത്ത എന്നെ മുകുന്ദനെ സ്നേഹിക്കാമെങ്കിൽ മുകുന്ദന് ജനിക്കുന്ന കുഞ്ഞിനെ എനിക്കും സ്നേഹിക്കാൻ കഴിയും, മുകുന്ദൻ എന്റേതാണെങ്കിൽ മുകുന്ദന് ഉണ്ടാവുന്ന കുഞ്ഞും എന്റേതാണ് എന്ന് അങ്കിത പറയുമ്പോൾ ശരിക്കും ചിന്തിച്ചിട്ടാണോ താൻ ഈ പറയുന്നതെന്ന് മുകുന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിത പറയുന്നുണ്ട്, ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ സരോഗസി ഏറ്റെടുക്കുന്ന സ്ത്രീ കുഞ്ഞിനെയും പ്രസവിച്ച് ക്യാഷും വാങ്ങിച്ച് അവളുടെ വഴിക്ക് പോവും, പിന്നെ ആ കുഞ്ഞിന്റെ അമ്മ ഞാനാണ് എന്ന് വളരെ സന്തോഷത്തോടെ അങ്കിത പറയുന്ന സമയത്ത് മുകുന്ദനും സരോഗസിക്ക് സമ്മതിക്കുകയാണ്. പിറ്റേ ദിവസം കൃഷ്ണ അങ്കിതയെ വിളിക്കുകയാണ്, ഹലോ ദീദി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്, ഇന്ന് വൈകിട്ട് ചേച്ചിയും ഏട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിത പറയുന്നുണ്ട്, ഇന്ന് വരുന്നില്ല, ഞങ്ങൾ നാളെ വരാമെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്, ഞങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവില്ല,
പറ്റില്ല. കൊടയത്തൂർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. പ്രതാപേട്ടന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് അവിടെ. അവരെ കല്യാണത്തിന് ക്ഷണിക്കാനായി പോവുകയാണ്. നിങ്ങളും വരണോ എന്ന് ചോദിക്കുമ്പോ അങ്കിത ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോ കൃഷ്ണ പറയുന്നുണ്ട് ഞാനും പ്രതാപേട്ടനും പ്രതാപേട്ടന്റെ ഫാമിലിയും ഉണ്ടെന്ന് പറയുമ്പോ അങ്കിത പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് വായോ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. പിന്നീട് കൃഷ്ണ ഫോൺ വെക്കാനായി പോകുമ്പോ അങ്കിത പറയുന്നുണ്ട് പിന്നെ കൃഷ്ണെ, ഞാൻ ഇന്നലെ മുകുന്ദനോട് സരോഗസിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന് സമ്മതമാണെന്ന് പറയുമ്പോ കൃഷ്ണയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മുകുന്ദേട്ടൻ നിർബന്ധിച്ചിട്ടാണോ ഇതിന് തയ്യാറായത് എന്ന് ചോദിക്കുമ്പോ അങ്കിത പറയുന്നുണ്ട് അല്ല, ഞാനാണ് മുകുന്ദനെ നിർബന്ധിച്ചത്. ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം മുകുന്ദനാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും മുകുന്ദൻ എന്നെ സ്നേഹിച്ചു. അപ്പോ പിന്നെ മുകുന്ദൻ ഉണ്ടാവുന്ന കുഞ്ഞിനെ എനിക്കും സ്നേഹിക്കാമല്ലോ എന്ന് അങ്കിത പറയുന്ന സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യേ, വൈകുന്നേരം ഇങ്ങോട്ട് വായോ, നിങ്ങൾ രണ്ടുപേരും നമുക്കിത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. പിന്നീട് പ്രതാപനും മുകുന്ദനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണ അവരെ ഹാളിലേക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വായോ, സീരിയസ് ആയിട്ട് നമുക്കൊരു കാര്യം സംസാരിക്കണമെന്ന് പറയുകയാണ്. പിന്നീട് അവര് നാലുപേരും സരോഗസിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട് വാടകയ്ക്ക് ഗർഭപാത്രം ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സ്ത്രീ നമുക്ക് വേണം. ഇത് എങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കണം, നമ്മൾ എന്ത് പ്രതിഫലം ആ കുട്ടിക്ക് കൊടുക്കും, നമ്മുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് കൃഷ്ണ പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് ചെറുപ്പക്കാരി മതി, 30-35 വയസ്സ്, അതിനു മേലേക്ക് വേണ്ട എന്ന് മുകുന്ദൻ പറയുന്ന സമയത്ത് അങ്കിത പറയുന്നുണ്ട് എലഗൻ ഗേൾ ആയിരിക്കണം, നല്ല വിദ്യാഭ്യാസം വേണമെന്നൊക്കെ പറയുമ്പോ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു യങ് ലേഡിയെ കിട്ടുവോ, ഇത്രയൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഒരു പെണ്ണിന് വാടക ഗർഭപാത്രം ഏറ്റെടുക്കാനുള്ള ഗതികേടൊന്നും ഉണ്ടാവില്ലെന്ന് പറയാണ്. അപ്പൊ മുകുന്ദൻ പറയുന്നുണ്ട് നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി ആയിരിക്കണമെന്ന് പറയുമ്പോ അങ്കിത ചോദിക്കുന്നുണ്ട് അതെന്തിനാണെന്ന്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട് ആ സ്ത്രീക്ക് സൗന്ദര്യമുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞിനും സൗന്ദര്യം ഉണ്ടാവൂ, അതുപോലെ തന്നെയാണ് നിറവും, നമ്മുടെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ആളുകൾ വിശ്വസിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ അങ്കിതയും അത് ശരിവെക്കുകയാണ്. പിന്നീട് അവര് ആ സ്ത്രീക്ക് കൊടുക്കേണ്ട പ്രതിഫലത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പ്രതാപനും പ്രതാപന്റെ അമ്മയും പ്രതാപന്റെ കൂട്ടുകാരനും കൂടി തൊടുപുഴയിലെ കസിൻ ബ്രദറിന്റെ വീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാനായി പോവുകയാണ്. കസിൻ ബ്രദർ നടത്തി കൊണ്ടുപോകുന്ന ടെക്സ്റ്റൈൽസിന്റെ പേര് മീനാക്ഷി ടെക്സ്റ്റൈൽസ് എന്നാണ്. ആ ലാൻഡ്മാർക്ക് വെച്ചുകൊണ്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. പ്രതാപന്റെ കസിൻ ബ്രദറായ തുളസി ചേട്ടനെ മീനാക്ഷി ടെക്സ്റ്റൈൽസിന് മുന്നിൽ തന്നെ അവര് കാണുന്നുണ്ട്. പിന്നീട് അവര് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. ഈ മീനാക്ഷി ടെക്സ്റ്റൈൽസിന്റെ മേലെ തന്നെയാണ് തുളസി ചേട്ടനും കുടുംബവും താമസിക്കുന്നത്. അവരെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പോവുകയാണ് തുളസി ചേട്ടൻ. പിന്നീട് അവർക്കുള്ള ചായയായിട്ട് തുളസി ചേട്ടനും മക്കളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുളസി ചേട്ടന് 2 പെൺമക്കളാണ്. അതിലെ മൂത്ത ആളാണ് മീനാക്ഷി. മീനാക്ഷി എന്ന കഥാപാത്രമാണ് ഇതിലെ നായിക. പിന്നീട് അവര് ആ 2 പെൺകുട്ടികളോടും അവരുടെ പഠിപ്പിനെയും ജോലിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ ഡിഗ്രി പാസ്സായി, BEdന് പോവണം, ടീച്ചർ ആവാനാണ് ആഗ്രഹമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതാപൻ എന്നിട്ട് തുളസി ചേട്ടനോട് പറയുന്നുണ്ട് ഞാൻ വന്ന കാര്യം പറയാം, എന്റെ മകളുടെ കല്യാണമാണ്, തെക്കൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്, കല്യാണം കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോവും, ഇനി 10 ദിവസം കൂടിയുള്ളൂ കല്യാണത്തിന്, നിങ്ങളെല്ലാവരും കല്യാണത്തിന് വരണം, അതിനുവേണ്ടിയാണ് നേരിട്ട് വന്ന് ക്ഷണിച്ചതെന്ന് പറഞ്ഞ് പ്രതാപൻ തുളസി ചേട്ടന് കല്യാണക്കത്ത് കൊടുക്കുകയാണ്. പിന്നീട് അവര് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി മീനാക്ഷി ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ പോയി തുളസി ചേട്ടന്റെ മകനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് കല്യാണത്തിന് വരണമെന്ന് ക്ഷണിച്ചുകൊണ്ടാണ് പ്രതാപനും മറ്റുള്ളവരും കൂടി അവിടെ നിന്നും പോകുന്നത്. അതിനുശേഷം മുകുന്ദനെയും അങ്കിതയെയും കാണിക്കുന്നുണ്ട്. മുകുന്ദൻ ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുന്ന സമയത്ത് അങ്കിത ചോദിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് പൂനെക്ക് പോകുന്നത് മുകുന്ദൻ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം, സൺഡേ നമുക്ക് പോവാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ ട്രാവൽ ഏജൻസിയെ വിളിച്ച് ഞാൻ ബുക്ക് ചെയ്യാമെന്ന് മുകുന്ദൻ അങ്കിതയോട് പറയുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിക്കുകയാണ്. മുകുന്ദൻ എന്നിട്ട് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. പ്രതാപന്റെ കൂട്ടുകാരൻ ചന്ദ്രമോഹനായിരിക്കും വന്നിട്ടുണ്ടാവുക. ചന്ദ്രമോഹനെ കാണുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് എന്താണ് ചന്ദ്രമോഹൻ, വലിയ സർപ്രൈസ് ന്യൂസും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് സർ, നമ്മൾ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തിരുന്നില്ലേ, സരോഗസിക്ക് വേണ്ടി ഒരു സ്ത്രീയെ അന്വേഷിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ മുകുന്ദൻ ചന്ദ്രമോഹനെ ഉള്ളിലേക്ക് വായോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് മുകുന്ദന് ചന്ദ്രമോഹൻ ന്യൂസ് പേപ്പറിൽ വന്ന സരോഗസിയെ കുറിച്ചുള്ള ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ്. ആ വാർത്ത വായിച്ചുകൊണ്ട് മുകുന്ദൻ പറയുന്നുണ്ട് എന്തായാലും എല്ലാം കൊള്ളാം, നമ്മുടെ ഡിമാൻഡ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.